friends, welcome back to TikTok. It's Melia And Laura. So we're back again after a pretty long weekend, yeah? I mean like week, not weekend, week. പെട്ടെന്ന് week പോയി. No, it was very long for me. Okay. Actually, how was your week? It went fast. എനിക്ക് തോന്നില്ല കഴിഞ്ഞ ആഴ്ച എന്തോ കാരണം കൊണ്ട് it went really fast for me. Okay, so but for me, I would say it went really slow because I had exams and homework and all those things. Because of those reasons, ദിവസം ഭയങ്കര സ്ലോ ആയിട്ടാ പോകുന്നത്. എങ്ങനെയെങ്കിലും ദിവസം തീർന്നാൽ മതി എന്നായിരുന്നു. But weekend went really fast. I don't know why. I hate it actually. Yeah, the weekend went really fast. Yesterday, ഇന്നലെ ഫ്രൈഡേ പെട്ടെന്ന് പോയി. ഒരു ഫ്രൈഡേ വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ അതൊക്കെ പെട്ടെന്ന് പോയി. ലൈക്ക് നമ്മൾ അവിടെ എത്തിയപ്പോൾ ലൈക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ 6 മണിയാണെങ്കിലും പെട്ടെന്ന് 12 മണിയായി എന്നിട്ട് വീട്ടിലെത്തി ഓർമ്മയുണ്ട്. സോ അത് വീക്കെൻഡ് പെട്ടെന്ന് പോയി അഭിപ്രായത്തില്. So that's what the saying is. When you're with your friend, days, you won't know the time. Okay, guys, ഞങ്ങളിപ്പോൾ സംസാരിച്ചില്ലേ, ലൈക്ക് ഞാൻ പറഞ്ഞു വീക്കെൻഡ് പെട്ടെന്ന് പോയി, ലിയ പറഞ്ഞു വീക്കെൻഡ് പതുക്കെ പോയെന്ന്. Isn't that a debate topic? Like, what do you mean like that? Like, what can we talk about? Like, അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലിയ, do you want to do debate? Are you interested in doing debates? Sure, because I'm out of topics actually. ഇന്നത്തെ ദിവസം ടോപ്പിക് ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ സംസാരിക്കാൻ, നിങ്ങളുടെ കൂടെ സംസാരിക്കാം. So we like to say one thing to you guys. Call us. ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളെ പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. So call us. വിളിക്കേണ്ട നമ്പർ 0423824991. Yes. Okay. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ ഗിഫ്റ്റ് കിട്ടും എന്നുള്ള ഇതിൽ വെച്ചെങ്കിലും നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് 3 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വി നീഡ് മോർ കോളേഴ്സ്. എന്നാലല്ലേ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഗിഫ്റ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കണം ആർക്കെങ്കിലും ഒക്കെ. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പേര് പറയാം. ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ പറയാണ്. ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് യുവർ ടാലന്റ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ട് പാട്ട് പാടിത്തരാം. സോ ദാറ്റ് അങ്ങനെ മറ്റുള്ളവരും കേൾക്കൂല പാട്ട് പാടുന്നത്. പിന്നെ ഡാൻസ് കളിക്കാൻ അറിയാം, നന്നായിട്ട് ഡാൻസ് കളിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് അയച്ചു തരിക. എന്നിട്ട് ഞങ്ങൾ അതിവിടെ കാണിക്കും. ദാറ്റ്സ് ഓൾസോ വൺ വേ ടു ഷോക്കേസ് യുവർ ടാലന്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ, പെയിൻറ്റ് ചെയ്യാൻ അറിയെങ്കിൽ അത് നിങ്ങൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ ഞങ്ങളതും കാണിച്ചു കൊടുക്കും. ഓക്കെ, സോ ദീസ് ആർ സംതിങ് ദാറ്റ് യു ഗൈസ് ക്യാൻ ഡു. സോ ഡു ദിസ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0423824991. ഓക്കെ, കഴിഞ്ഞ വർഷം അപ്പൊ ഞങ്ങൾ പറഞ്ഞു പാട്ട് പാടുന്നതായിരുന്നു. ഞങ്ങൾ ഇവിടെ നല്ലതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം ലോറ ഒരു പ്രോമിസ് പ്രോമിസ് അത് നമ്മൾ എപ്പോഴും ആദ്യം വെക്കാൻ പാടില്ല. ഒരു മിഡിലാകുമ്പോൾ അവസാനം ആകുമ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് പിന്നെ പാട്ടിന്റെ കാര്യം വരികയാണ്. ഇല്ല എന്നോട് പാട്ട് പാടാനല്ലേ ഇപ്പൊ പറയാം. ഞാനൊരു എന്റെ മനസ്സിലൊരു ഗെയിം ഉണ്ട്. യു നോ സംതിങ് ദാറ്റ് വി പ്ലേ സിൻസ് വി വർ ലൈക്ക് 4 or 5 ഒരു എന്തെങ്കിലും ക്ലൂ തരാം. നമ്മൾ കുഞ്ഞിലോട്ട് എപ്പോഴും കളിച്ചോണ്ടിരുന്നേ കൂട്ടുകാരോട്. I don't know. I play a lot of games with my friends, so I don't know. Okay, most of the time നിങ്ങൾ അത് ചെയ്യും. നമ്മൾ ആരാ അത് ചെയ്യണ്ടേ എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു കളി കളിക്കും. ഏതെന്ത് റോക്ക് പേപ്പർ സീസസ് ഇല്ലേ, ഇത് അത് എൻ്റെ ഒരു കളി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനും ലിയ റോക്ക് പേപ്പർ സീസസ് കളിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അക്ഷരം പറയും. ആ അക്ഷരത്തിൽ എന്തെങ്കിലും പാട്ടോ ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും പറയണം. ഓക്കെ, പാട്ടോ ഡയലോഗിന് ആവശ്യമില്ല, പാട്ട് മതി. ഡയലോഗ് മതി. എനിക്ക് അറിഞ്ഞൂടെ ഒന്നും ഡയലോഗ്, അതുകൊണ്ട് it's okay. Like technically like Andakshari. വേണമെങ്കിൽ പാട്ടാടാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാം. അല്ല ഡാൻസ് വിട്ടെ, ഡയലോഗ് പറയാം, എന്തായാലും പറയാം. ഓക്കെ okay, you start. Okay. You say the letter. Okay. C. Okay. Rock paper scissors shoot. Rock paper scissors shoot. I have to say? ഞാൻ ജയിച്ചില്ലേ. I'll say okay. Okay, I'll say a dialogue. Okay. See, ചന്ദുവിനെ തോപ്പിക്കാൻ ആർക്കില്ല മക്കളെ. I said a dialogue. You asked me to say a dialogue. Okay, I said a dialogue. Okay. ഇതിപ്പോ ആദ്യം കളിച്ചു, ഇനി ഇടയ്ക്ക് നമുക്ക് കളിക്കാം. ഓക്കെ, ഇടയ്ക്ക്. But Laura's promise is a promise. She has to sing. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ കേൾക്കാത്തവർക്ക്
പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറയുടെ അറ്റയർ കാരണം അവർക്ക് അന്ന് പാടാൻ പറ്റിയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് അതിന്റെ അറ്റയർ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അറ്റയർ ഒന്നും അല്ല കേട്ടോ. എന്നാലും അവള് പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് അവള് പാട്ട് പാടിയിരിക്കുന്നതായിരിക്കും. നോക്കട്ടെ. ഓക്കെ, അപ്പൊ ലോറയുടെ പാട്ട് ഇപ്പൊ തന്നെ കേൾക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം. എനിക്ക് ലോറയുടെ പാട്ട് കേൾക്കാൻ താല്പര്യം. ബ്രോ അത് ഭയങ്കര ബോറിംഗ് ആണ്. കുഴപ്പമില്ല, ബോറായാലും കുഴപ്പമില്ല. ഞാനല്ല കേട്ടോ ഇവിടെ പാട്ട് പഠിക്കുന്നത്. ലിയ ആണ് ഇവിടെ പാട്ട് പഠിക്കുക. പക്ഷെ ലിയ മാത്രം ഇതുവരെ 3 മാസമായിട്ട് ഇതുവരെ പാട്ട് പാടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് പാട്ട് പാടിയത് ലിയ എന്നൊരു പാട്ട് പാടണം. ഓക്കെ, പ്രോമിസ്. നീ പാട്ട് പാടി കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ട് പാടിക്കോളാം. ഞാൻ പാട്ട് പാടിയാലും ലിയ പാട്ട് പാടണം. ഓക്കെ ഓക്കെ. ഞാൻ സി തന്ന ഒരു ഈസിയാണ്. ലിയക്ക് ഒരു പാട്ട് പാടായിരുന്നു. ചിലതുകൾ വേണ്ട, കുഴപ്പമില്ല. എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട്, അത് മാത്രം പാടില്ല. ഓക്കെ, എനിവേസ് ലിയ എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇന്ന് ടോപ്പിക് ലോറായി പറയുന്നത്. ലോറല്ലേ പറയുന്നത് ഡിബേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാന്ന്. ഗൈസ്, ലിയ വീട്ടിൽ വെച്ച് പറഞ്ഞത് ലിയ ടോപ്പിക് എടുക്കുമെന്നാണ്. ഇപ്പൊ എന്റെ കുറ്റമില്ല. ലിയ പ്ലീസ് നാണം കെടുത്താതെ പറയുന്നത് ടോപ്പിക് പറ. സംതിങ് എന്റെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ടോപ്പിക് ഒന്നും ഇല്ല, ടോപ്പിക് ഉണ്ട്. ടോപ്പിക് അമ്മ കണ്ടുപിടിച്ചു, ഞാനല്ല, അമ്മയായിട്ട് കണ്ടുപിടിച്ച ടോപ്പിക്കാണ് സിബ്ലിംഗ് വാർ. സിബ്ലിങ്സ് വാർ. സോ നമ്മള് സിബ്ലിങ്സ് തമ്മിലുള്ള വഴക്കൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പോ വഴക്കുണ്ടാക്കിയിട്ടാണ്. ആക്ച്വലി ഇപ്പോഴും ഇപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ, ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ ഭയങ്കര വഴക്കായിരുന്നു. ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ നോട്ട് ഫിസിക്കൽ ഫൈറ്റ്, ബട്ട് actual sibling fight, verbal fight. അപ്പൊ we're going to talk about that. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നില്ല. See, the thing is, നമ്മുടെ സിബ്ലിങ്സ്, ഞാനൊരു one thing എന്റെ അമ്മ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ സിബ്ലിങ്സുമായിട്ട് നമുക്ക് we are very open to them because we've been seeing them. ഫ്രണ്ട്സിനോടൊക്കെ പോയി നല്ല സ്നേഹത്തോടെ സംസാരിക്കും. എന്നിട്ട് വീട്ടിൽ വരുമ്പോഴത്തേന് ദേഷ്യം തുടങ്ങുന്നത് ഞങ്ങളോട്. അങ്ങനെയല്ല, ഞങ്ങൾ പാവങ്ങളായ സിബ്ലിങ്സിനോട്. ഞാൻ സിബ്ലിംഗ് അല്ലേ? പാവങ്ങളായ ഇളയ സിബ്ലിങ്സിനോട്. ഓ അങ്ങനെ. See, the thing is, നമ്മളുടെ ഫ്രണ്ട്സിനോട് നമ്മൾ വഴക്കുണ്ടാക്കും. It's true, we might have fights. വഴക്കുണ്ടാക്കുമോ? നമ്മൾ ചില ആൾക്കാരൊക്കെ വഴക്കുണ്ടാക്കും. Okay, so there are some people who fight with their friends, but they don't do physical fight unless and until it's very important, like very needed or something. You feel like, oh, she needs she deserves it. അങ്ങനെ അല്ലാതെ you actually don't have physical fights with your friends, right? നമ്മൾ വെർബൽ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ പറയാറുണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുക. ആക്ച്വലി നമ്മൾ സിബ്ലിങ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് we are very weak. I mean, that doesn't mean you have to go in here. We are not promoting any of those things. Okay, we don't promote it. Just saying, നമ്മുടെ സിബ്ലിങ്സ് ആയിട്ട് നമ്മൾ എന്ത് ഫൈറ്റ് ചെയ്യുന്നത് because we are very more open to them. For example, നമ്മൾ സിബ്ലിങ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ within seconds, okay, there will be something that you can use against her. Not that. Within seconds, നമ്മൾ ആ വഴക്കന്നെ വെറുതെ പോകും. We'll talk as if that അങ്ങനത്തെ ഒരു കാര്യമേ നടന്നിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. Not just us. I have had friends who've talked about it. Like അവര് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുന്നേ they had a fight with their siblings. പക്ഷെ തിരിച്ചു വന്നപ്പോ എന്നാൽ പിറ്റേ ദിവസം ചോദിക്കും how is your fight with your sibling? ഇപ്പൊ എങ്ങനെയുണ്ട്? Are you still talking to them? Like, what fight? That's what they say. What fight? Because തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ you forget about the fight and then you're back to normal. ഞാൻ എല്ലാവരും ലിയ മാത്രമേ ആയിരിക്കും. ലിയയുടെ റൂമിൽ ഞങ്ങളെ കയറ്റാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ് ലിയ? I don't know. അതാണ്, ഞങ്ങളുടെ റൂമിൽ കയറും, ഞങ്ങളുടെ ബെഡേ പോയി കിടക്കും, ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തോണ്ട്. പക്ഷെ ലിയയുടെ റൂമിൽ കയറ്റൂല, ലിയയുടെ സാധനങ്ങൾ എടുക്കുക സമ്മതിക്കില്ല, ഒന്നും ചെയ്യില്ല. തന്നെ സോൾവ് ചെയ്യണ പ്രശ്നം. അല്ലെങ്കിൽ ഇത് പൊക്കോണ്ടിരിക്കും. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് കിട്ടുന്ന എല്ലാ കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് കിട്ടുന്നത്. why does it feel like ഒന്നുമില്ല ചളിയായി പറ, എന്നാലും കുഴപ്പമില്ല, ചളിയൊക്കെ കുഴപ്പമൊന്നുമില്ല. ഫീൽസ് ലൈക്ക് എ കോട്ട്. നമ്മൾ രണ്ടുപേരും ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചളിയായി പോകുന്നു. ഓക്കെ ഫൈൻ, കണ്ടിന്യൂ. It was a ചളി. So the thing is, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ലിയ ഉപയോഗിച്ച സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത്? Because I'm the eldest one. The eldest one always get the things first and then it's passed on to the other person. That's always happening, guys. ഇത് എൻ്റെ അല്ല, ഇത് ലിയയുടെ ആണ്. പോരെ, എല്ലാം ലിയയുടെ ആണ്. ഇത് ലിയ അല്ല, എല്ലാം ഒന്നുമില്ല, ഇതെല്ലാം എൻ്റെ. ലിയ ഇതുപോലെ ഇടുവോ? എനിക്ക് കിട്ടിയത്. Anyways, okay, അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ട്, if you have siblings, if you had like fights with your siblings, like like very not, I wouldn't say brutal, but like very
fight that you thought it wouldn't solve it. Then I've had problems like ഞാൻ എൻ്റെ സിസ്റ്റേഴ്സുമായിട്ട് വഴക്കുണ്ടാക്കും. ഞാൻ ഓർക്കും അവരോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കത്തില്ല, അതുങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കത്തില്ല, അതുങ്ങൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. 2 മിനിറ്റ് കഴിയുമ്പോൾ ലോറ അല്ലെ എൽസു എന്ന് പറഞ്ഞിട്ട് അവിടെ പുറകെ പോകുന്നതാണ്. സോ that's what siblings actually ഞാനല്ല കേട്ടോ എൽസു, വേറൊരാളാട്ടോ എൽസു. Yeah. So അപ്പൊ അങ്ങനെ if you had fights with your siblings or something like that, Anybody who's taller than you? I mean, no, anybody who's taller than their elder sister? Me. Sure. Anyways, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫൈറ്റ്സ് ഉണ്ടായി and then afterwards you within seconds you thought ആ വഴക്ക് ഇനി സോൾവ് ആവത്തില്ല, but within 2 minutes or something you go around with them, you play with them, you have fun with them. So ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൈറ്റ് എന്താണെന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. വിളിച്ച് വിളിക്കേണ്ട നമ്പർ 04238241. Yes, that's it. Okay, ലോറ ഇനി കുറച്ച് ഡിബേറ്റ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിസ്സ കഴിച്ചിട്ടുണ്ടല്ലേ? യെസ്. ഓക്കെ, പിസ്സയുടെ മുകളിൽ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടോ? യെസ്. ഡു യു ലൈക്ക് ഇറ്റ്? സംടൈംസ് ചില തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സയിൽ എനിക്ക് തിന്നായിട്ടുള്ളത് എനിക്ക് ഇഷ്ടമല്ല, ബട്ട് there are some thick ones with so many cheese on it. Yeah, I like it with pineapple on it. I'm against the topic. Okay, tell me why they should not be. For start എന്നാലല്ലേ against പറയത്തുള്ളൂ. Okay, see, some people say that having sweet with spicy or sweet with saltiness, it's not good. But sometimes നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ നമ്മൾ ഈ മുന്തിരി കിട്ടുമല്ലോ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ മാറ്റി വെക്കും. മുന്തിരി like that grape thingy, raisins. Okay. Yeah, the sweet raisins that you get in biryani, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതൊക്കെ ഞാൻ മാറ്റി വെക്കും. Yeah, but in pineapple sometimes the sweetness can be combined with saltiness, pineapples ചില പിസ്സയിലൊക്കെ. അപ്പോൾ yeah, I'm for it. നമുക്ക് സ്വീറ്റ് കഴിക്കണമെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചാൽ പോരെ, എന്തിനാണ് പിസ്സയിലിട്ട് കഴിക്കുന്നത്? പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കഴിക്കാനാണ്. Majority of the people hates pineapples with pizza. Yeah, because that's not right. I know it's not right. It's for sure not right, but still. Yeah, okay, so എനിക്ക് ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. Okay, എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. Okay, debate done. Okay, next topic. Okay, cats are better than dogs. No, I'm against it. I told first. Okay, we have a caller. Hello, ആരാ സംസാരിക്കുന്നേ? അയാൻ. ഹലോ അയാൻ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സില്. ഏത് സ്കൂളിലാ? ദ മില്ലേനിയം സ്കൂൾ. മില്ലേനിയം സ്കൂൾ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഗ്രേഡ് 1. ഗ്രേഡ് 1. അപ്പൊ ബ്രദറോ? ഹലോ, ബ്രദർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ. അപ്പൊ എന്തായി, സ്കൂൾ എക്സാം ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. എന്നിട്ട് പഠിക്കാൻ തുടങ്ങിയോ? പഠിച്ചു കഴിഞ്ഞോ? ആഹാ, അപ്പൊ ഇനി ഫുൾ റെസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇനി പഠിച്ചൊക്കെ കഴിഞ്ഞ് റിലാക്സ്. സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നേ? എന്തായാലും പഠിക്കുന്നുണ്ട്. പഠിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? സയൻസ് ആണോ, മാത്സ് ആണോ? അത് ബ്രേക്ക്. അടിപൊളി, സേവ്. എല്ലാവർക്കും. എനിക്കും അതാ ഇഷ്ടം. എനിക്കും ബ്രേക്കാ ഇഷ്ടം. ബ്രേക്കിലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും, അതുകൊണ്ടാണോ? ആണോ? അത് കൂട്ടുകാരുടെ കൂടെ സംസാരിക്കുന്ന ബ്രേക്കിൽ, അതുകൊണ്ടല്ലേ? നമ്മള് അയൻ സിബ്ലിങ്സുമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ? നല്ല ചോദ്യം. ഇല്ല. നല്ല കുട്ടി കേട്ടോ. അയന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? മുസാഹിബ്. അപ്പൊ മുസാഹിബിന് ഞങ്ങളുടെ വക ഹായ് പറഞ്ഞേരെ കേട്ടോ. ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേരെ, ഹായ് പറഞ്ഞേരെ. ഓക്കെ. അപ്പൊ എന്താ, ഈ ഇടയ്ക്ക് സമ്മർ വെക്കേഷനിൽ എവിടെയെങ്കിലും ഒക്കെ പോയോ? ഒരു 2 മാസം മുന്നേ അല്ലായിരുന്നു സമ്മർ വെക്കേഷൻ, എവിടെയെങ്കിലും ഒക്കെ പോയോ? നമ്മള് സലാലയില് പോയി. ആഹാ, എന്നിട്ട് എന്ത് ചെയ്തു? സലാലയിന്ന് കുറച്ച് സ്ഥലത്തിലെ വാദി ദർബാത്ത്. എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ആണോ? ഞാൻ എന്നൊരു റിഡിൽ ചോദിക്കാവേ. റിഡിൽ, എന്നിട്ട് അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടുവേ. ഓക്കെ. അപ്പൊ വാട്ട് ഗോസ് അപ്പ് ബട്ട് നെവർ കംസ് ഡൗൺ?
അല്ല ഒരു കാര്യം, ക്വസ്റ്റ്യന് വേണോ അതോ എനിക്കൊരു പാട്ടോ കഥയോ അങ്ങനെ ഇതിൽ പറഞ്ഞുതരോ? റിഡിൽ ചോദിക്കുന്നില്ല. പാട്ട് തരുമോ? സിസ്റ്റർ സിസ്റ്റർ പാടി തരും. ഓക്കെ, ഒരു മിനിറ്റ്. ഐഷ നമുക്ക് പാട്ട് പാടി തരൂ കേട്ടോ. യെസ്, ഐഷയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ ഹലോ. ഐഷ, എന്തിയാ ഐഷ പാട്ട് പാടുന്നില്ലേ? ഉറങ്ങാണോ? കുഴപ്പമില്ല, അയാളൊരു പാട്ട് പാടി തരൂ. ഒരു പാട്ട്. പാട്ടോ അല്ലെങ്കിൽ കഥയോ എന്താണെങ്കിലും പാടോ അല്ലെങ്കിൽ അയാൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥ പറഞ്ഞു തരൂ. കഥ. പാട്ട്. പാട്ട് പഠിക്കാം. ഓർക്കാണോ പാട്ട്? പാട്ടൊന്നും വേണ്ട, റിഡിൽ പറയാവേ. വാട്ട് ഗോസ് അപ്പ് ബട്ട് നെവർ കംസ് ഡൗൺ. ഈസി ആട്ടാ. റെയിന. അല്ലല്ല, വാട്ട് ഗോസ് അപ്പ്. കറക്റ്റ് ആൻസർ കിട്ടിയ. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ടാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏജ് മുകളിൽ പോകും, പക്ഷെ താഴേക്ക് വരില്ല. നമ്മള് വയസ്സ് കൂട്ടുള്ളൂ, കുറയത്തില്ല. കറക്റ്റ് ആൻസർ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. ഗിഫ്റ്റ് കിട്ടിട്ടോ. അപ്പൊ 800 അതിങ്ങനെ ഗിഫ്റ്റ് കിട്ടുക. അത് ഞങ്ങൾ പറയാം. 800-825. എഴുതി വെച്ചോ ബ്രദറിനോടോ അമ്മച്ചോട് ആരോടെങ്കിലും എഴുതി വെച്ചോടാൻ പറ. ഒരു മിനിറ്റ്. നമ്പർ എഴുതണം. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ അയൻ അപ്പൊ നിങ്ങളെ നമ്പർ പറയാം. 800-825-825. ഓക്കെ, ഇത്രേ ഉള്ളൂ. 800-825-825. 285 ഉണ്ട്. അത് ഇപ്പൊ തന്നെ വിളിച്ചോ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറ, ഞങ്ങള് ഇങ്ങനെ ടിങ് ടോങ് വിളിച്ചിട്ടുണ്ട്, ഞങ്ങക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ. That was very sweet. Very cute. Like ഒച്ചയിൽ തന്നെ പറയും, നല്ല ക്യൂട്ടാണ്. സോ ഞങ്ങൾ വിളിച്ചു. ഐഷയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഞങ്ങളെ വിളിച്ച് പാട്ട് പാടിത്തരാം കേട്ടോ. ഐഷക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇനി ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും കോളേഴ്സ് വേണം. ഓക്കെ, we love to call many people. എത്ര ആൾക്കാരെ വിളിക്കാം, എത്ര ആൾക്കാർ വിളിക്കാൻ പറ്റും അത്രയൊക്കെ ആൾക്കാരെ വിളിക്കണം. ഓക്കെ, അപ്പൊ വിളിക്കാം. നമ്പർ 0423822491. Yes. Abo we were talking about cats better than dogs. I don't agree to it. I don't agree to it. ഞാൻ ആദ്യം പറഞ്ഞ against ഇല്ല. 4 പോണം. You like cats, I mean kittens are very cute. ചെറിയ kittens, they are very cute. I agree that they're cute. But cats, I'm scared. നമ്മളിങ്ങനെ ഈ റോഡിൽ കൂടെ ഒക്കെ ഈ സ്ട്രീറ്റ് കാറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നടന്നു പോകുമ്പോ അതിന്റെ I have to make ശരിക്കും പറയാം. ഞാൻ തുണി പുറത്ത് അലക്കാൻ പോകുമ്പോഴത്തേനും അതിന്റെ മുകളിൽ ഇങ്ങനെ പൂച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ നോക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ അതിനെ നോക്കിക്കിട്ട് ഇങ്ങനെ ഇടും. എന്താ തുണി അലക്ക മെഷീനിൽ, എന്നിട്ട് അത് വരുന്നുണ്ടോ നോക്കാം. വരികയാണെങ്കിൽ ഓടിപ്പോണം. എനിക്ക് ശരിക്കും പേടിയാണ്. ബിക്കോസ് എന്നാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിയർ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടീനെ ഒരു പൂച്ച മാന്തി ഫസ്റ്റപ്പോൾ. അത് ഒരു കാരണം തന്നെയാണ് എനിക്ക് പേടിയായപ്പോൾ പൂച്ച മാന്തി. അത് അവളുടെ സ്വന്തം പെറ്റാണ് കേട്ടോ മാന്തിയത്. അതുകൊണ്ട് തന്നെ അത് ഇവനോട് പറഞ്ഞു എൻ്റെ പെറ്റ് എന്നെ മാന്തിയത് പൂച്ച എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഈ വർഷമൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പൂച്ചേനെ പേടിയാ. I agree to that too. Yes. നെക്സ്റ്റ് ടോപ്പിക് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, വേറെ ടോപ്പിക് ലിയയുണ്ടോ? എന്തെങ്കിലും മനസ്സിലുള്ളത് അങ്ങ് പറ പ്ലീസ് ലിയ. Okay. I don't know. Do you want school uniforms or do you don't want school uniform? I actually want school uniform. I want school uniform. You want school uniform? Same.
ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പറയുന്നതിന് മുന്നേ അപ്പൊ നമ്മൾ എല്ലാ എപ്പിസോഡിലും നമ്മളൊരു ബുക്കോ അല്ലെങ്കിൽ മൂവി റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാ എപ്പിസോഡിലും ഞങ്ങൾ മൂവി ആയിരുന്നു കൊണ്ടുവരുന്നത്. അപ്പൊ ആ മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയാം, ഞാൻ ഈ മൂവി കണ്ടു, നിങ്ങൾ മാത്രം ഞങ്ങൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഏത് സിനിമ പറഞ്ഞേ? അതോ ബുക്കാണ് പറഞ്ഞേ? മൂവിയാ പറഞ്ഞത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ഏത് മൂവിയായിരുന്നു? നല്ലൊരു മൂവി, ഒരു ഡിസ്നി മൂവി, നല്ലൊരു മൂവിയാ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് മൂവിയുടെ പേരൊന്നും ഞാൻ ഓർത്തിരിക്കാറില്ല. ബട്ട് ഐ ആക്ച്വലി കണ്ട ഈ മൂവീസ് അല്ല, ഞാൻ കണ്ട മൂവീസ് തന്നെയാണ്. ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇഫ് യു വാച്ച്ഡ് ഇറ്റ് ആൻഡ് ഇഫ് യു ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ടെൽ us. ഇപ്പൊ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയാം. ഓക്കെ, ഞാൻ ഈ മൂവി കണ്ടു. അപ്പൊ ഈ മൂവി ഞാൻ ഇന്ന് ബുക്കാണ് പറയുന്നത്. അപ്പോൾ ബുക്കിന്റെ പേര് 5 Survive. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ ബൈ ഹോളി ജാക്സൺ. ഓക്കെ, ഹോളി ജാക്സൺ books are good. യെസ്, ആക്ച്വലി ഹോളി ജാക്സൺ ബുക്സ് ആർ റിയലി ഗുഡ്. അപ്പോൾ ഈ ഹോളി ജാക്സന്റെ ഇന്ന് മുന്നത്തെ ഒരു ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സീരീസ് ബുക്ക്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയാം. ബിക്കോസ് ഈ വയസ്സുള്ള, എൻ്റെ വയസ്സുള്ള അല്ലെങ്കിൽ ഉള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ബുക്ക്, ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ. I mean, who hasn't read it? അതിന്റെ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്നു, അത് ഞാൻ കണ്ടു. Yes, it's actually good, right? It is good. So if you have read it and watched the series, ഇല്ല, ഇപ്പൊ തന്നെ ഈ ബുക്കിന്റെ കാര്യം പറയാം, ആ ബുക്കിന്റെ കാര്യം പിന്നെ. Okay, fine. അപ്പോൾ ഈ ബുക്ക് it's 5 Survive by Holly Jackson. So the മൂവിയുടെ ചെറിയ സമ്മറി പറയാം. റെഡ് കെനി, മൂവിയുടെയോ? ബുക്കിന്റെ ഒരു ചെറിയ സമ്മറി പറയാം. Red Kenny is on a road trip for spring break with 5 of his best friends. Okay, so her 5 friends. Okay, her best friend, her older brother, and a person that 3 of his crush. Her crush. Huh? Her crush. Yeah, her crush and her friends, and also a killer. Oh. Okay. So അതുകൊണ്ടാണ് 5 there's survivors. There's 5 of them, and one of them is a killer. Okay, I mean it's a very mystery thriller book, and it's amazing. I'm telling you, I started reading it and I'm already obsessed with it. So imagine, people said the climax is amazing. So read it. ഞാനും ബുക്ക് വായിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങളുടെ ഷോ കണ്ട് എന്നെ ഇൻസ്പയർ ആയി വായിക്കാൻ തുടങ്ങിയ ഒരാളാണ് ലോറ. അപ്പോ ലിയ ഇതുവരെ പറയാത്ത ബുക്കുകളാണ് ഞാൻ വായിച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ എനിവേസ്, സോ their bus, technically the RV, breaks down in the middle of nowhere with no cell phone signal. Yeah, and then they realize that this breaking down of the RV is not planned. It's planned. Okay. Imagine. So നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയാ, വായിക്കാൻ പോവാണെങ്കിലും വിളിച്ച് പറയാം. ഞാൻ വായിക്കാൻ പോവാണ്, ലിയ പറഞ്ഞോണ്ട് മാത്രം ഞാൻ വായിക്കാൻ പോവാണ്. So the book's name is 5 Survive by Holly Jackson. Okay, അപ്പൊ കഴിഞ്ഞ വർഷം നമ്മളാണെങ്കിൽ ഒരു If I Were an Animal അതല്ലേ? Yes, If I Were an Animal, animated അല്ല, ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. So we'll go watch that and come back. Welcome back to Ting Tong. അപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടു, If I Were an Animal. What animal was it, Laura? It was a whale. Whale? It was a shark. A shark? What animal was it? You didn't see the video? I'm not wearing my glasses, so I can't see. You understood it's something, it's a sea creature. Yeah. Sea animal. Yeah. What is it? Guess. That's the thing. It's a whale. It's not a whale. Then it's a dolphin, guys. എനിക്ക് ഞാൻ കണ്ണാടി വെച്ചിട്ടില്ല. എനിക്ക് ഷോർട്സ് ആയിട്ടുണ്ട്, എനിക്ക് കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ലിയനെ മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം, ബാക്കിയൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ധൈര്യത്തോടെ പറയുന്നത്. ആൾക്കാരെ കണ്ട അവർക്ക് വിറയ്ക്കും, കൈയും കാലും വിറയ്ക്കും. അതുകൊണ്ടാണ് പേടിച്ചിട്ട് സംസാരിക്കുന്നു. Second mind. മനസ്സിലായില്ല. I am pretty sure others understood. You didn't understand. Anyways, so we watched a video of dolphin. Yeah. So ipo nammal dolphin the video. How Dolphin ishtaanale okay. I love dolphin. That's the only sea animal that I like. I like whales. Whales because it's big. I like stingray. I'm scared of stingray because people you'll die. Yeah. So I don't like that, but I like dolphins. I like the white noise. dolphin? No, normal dolphins. Okay. You know, if I were an animal എന്ന് പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ they were thinking അവർ ഇത് ചെയ്യാണ്.
ഇഫ് ഐ വർ എൻ ആനിമൽ. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ലിയ പറഞ്ഞ ഡോൾഫിൻ്റെ നമ്മളിപ്പോൾ കണ്ടു ഡോൾഫിൻ്റെ, പിന്നെ പൂച്ചെടിയുണ്ട്, റാബിറ്റിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാട്ടോ ഇതെല്ലാം. അപ്പോൾ യു ഗൈസ് ഷുഡ് ടോട്ടലി ഇത് യൂട്യൂബിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇഫ് ഐ വർ എൻ ആനിമൽ. ഇപ്പോൾ കുറേ ആനിമൽസിൻ്റെ കാണാം. അപ്പോൾ അവർ ബർത്ത് തൊട്ട് എല്ലാ അഡൾട്ട്ഹുഡ് വരെ ഉള്ളത് മുഴുവനും ഉണ്ട്. ഓക്കെ, യെസ്, അവർ ഉണ്ടാവുന്നത് മുതൽ അഡൾട്ട്ഹുഡ് ആവുന്നത്. സോ വി ഹാവ് എ കോളർ റൈറ്റ് നൗ. ഹലോ, ആരാ സംസാരിക്കുന്നേ? Hi. ഹായ്, ആരാ സംസാരിക്കുന്നേ? Nora. നോറ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7th. Seventh grade. Oh, which school? Millennium. Oh, that's nice. Okay. അപ്പോൾ മില്ലേനിയത്തിൽ എക്സാം തുടങ്ങിയില്ലേ? Yeah. ഓക്കെ, അപ്പോൾ പഠിക്കാൻ തുടങ്ങിയോ? അത് പഠിച്ചു തീർന്നോ? Not really. നോട്ട് റിയലി പഠിച്ചു തീർന്നില്ല. ഓക്കെ, ഞങ്ങളെ പോലൊക്കെ തന്നെ അല്ലേ? ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? Math. മാത്സ് ഇഷ്ടമാണോ അതോ ലൈക്ക് സോൾവ് ചെയ്യാൻ ഇഷ്ടമാണ്? അങ്ങനെയാണല്ലേ മാത്സ്? പക്ഷെ എൻ്റെ കൂട്ടുകാർ പറയട്ടെ, മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മളൊരു സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആൻസർ കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെയാണോ? Yeah. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ ശരിക്കും? ഓക്കെ. So is that why you like maths? Yeah, it's actually easy. That's why. It's easy. Okay. I hope it's easy for you in the coming future. coming grades also, yeah? Yeah. അതെ, ഒരു പാട്ടും എടുത്തരുമോ? One song. ഒരു സോങ്. Actually, I'm sick. ഓക്കെ, ഒരു കഥ പറഞ്ഞോ. ഒരു കഥ പറഞ്ഞോ. ഇഷ്ടമുള്ളൊരു കഥ. Kavita. കഥ. You know, for example, നോറയ്ക്ക് ഏറ്റവും നോറ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടൊരു കഥ. ഓക്കെ, you felt like, oh, that's very I interesting. don't read. No, വായിക്കല്ല, ഒരാൾ പറഞ്ഞു തന്ന കഥയാണ്. കുഴപ്പമില്ല. I think it's something that happened in your life that's funny. Anything. I don't really know any stories. Yeah? No. Okay. It's okay. Do you watch movies? Yeah. Yeah? What's your favorite movie? You talked about the series A Good Girl Guides to Murder, right? Yeah. I saw the series. You did see this? Oh my god, yes, series is amazing. ഞാനത് കണ്ടു. ലിയ പറഞ്ഞു ഇച്ചിരിയൊക്കെ മാറ്റമുണ്ട് ബുക്കിൽ. ബട്ട് ഐ തിങ്ക് ബുക്കിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സീരീസ് അല്ലേ? ബിക്കോസ് യു ആർ വിഷ്വലി സീയിങ് ഇറ്റ്. സോ Okay, so it was okay. It's fine. But അടുത്ത ആഴ്ച വിളിച്ച് നമുക്ക് I hope you get well very soon, yeah? And also അടുത്ത ആഴ്ച ഞങ്ങൾ വിളിച്ച് പാട്ട് പാടുത്താൻ. ഓക്കെ? പാട്ട് അല്ലെങ്കിൽ സ്റ്റോറി. Okay. അപ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ? Yeah. Okay. A man who was outside in the rain without an umbrella or a hat didn't get a single hair on his head wet. Why? Very funny. Huh? Can you repeat the question? Okay. So a man who was outside in the rain. മഴയത്ത് അയാൾ നിപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അംബ്രല്ല ഇല്ല, തൊപ്പില്ല, ഒന്നുമില്ല. പക്ഷെ അയാളുടെ തലയിലുള്ള ഒരു മുടി പോലും നനഞ്ഞിട്ടില്ല. കാരണം എന്താ? It's because he wore a raincoat. No. He didn't wear anything. തൊപ്പി, ഹാറ്റ് അല്ല, Everything got എല്ലാം നനഞ്ഞു except for his hair. Nothing on his head got wet. Why? Is it because he didn't step outside? No, he was outside on the rain. Okay. ഒരു ക്ലൂ ഇല്ല. ഇത് ഭയങ്കര ക്ലൂ കൊടുത്ത ഇപ്പൊ കിട്ടും. തലയില് ഒന്നും നനഞ്ഞിട്ടില്ല, പക്ഷെ ദേഹത്ത് എല്ലാം നനഞ്ഞു. ഓർത്ത് നോക്ക്. Is it umbrella? അംബ്രല്ല ഇല്ല, ഹെയർ കോട്ട്, റെയിൻകോട്ട് ഇല്ല, തൊപ്പി ഒന്നും ഇട്ടിട്ടില്ല, തലയിലൊന്നും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു തലയിലൊന്നും ഇല്ല. Oh, yeah, okay. I understood. Because he does not have any hair. Yes. Congratulations. Nora, correct answer ആയിട്ടാ പറഞ്ഞേ. Okay. അടുത്ത ആഴ്ച വിളിച്ച് ഞങ്ങൾ പാട്ട് പാട്ട് അല്ലെങ്കിൽ കഥ എന്തായാലും കുഴപ്പമില്ല. Okay. Thank you for calling. Bye. See you next week. Okay, that was really nice. So we had Ayan. ഒരു കോളും കൂടി ഉണ്ട് കേട്ടോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? Riya. Hi, Riya. Hi. How are you? I'm fine. Yeah, which grade are you in? 4th grade. Fourth grade. Okay, which school? James Sauron English High School. Oh, okay, that's Same nice. school, by the way.
Same school, yeah. We'll meet sometime, yeah. റിയയുടെ വോയിസ് സ്വീറ്റ്, ഒരു പാട്ട് പാടിത്തരൂ പ്ലീസ്. ഇല്ല. ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ ഇല്ല. നോക്കിയ ഒരു കഥ പറഞ്ഞുതരോ? പണ്ട് കാട്ടിലൊരു ആന ഉണ്ടായിരുന്നു. ആ ആനേന്റെ പേര് സ്വീറ്റി. നല്ല പേരാ. സ്വീറ്റി. സ്വീറ്റി കാട്ടില് നിൽക്കുമ്പോ കൊറേ ഫ്രണ്ട്സ് ആക്കി. കൊറേ ഫ്രണ്ട്സ് ആക്കിയോ? ഫ്രണ്ട്സ് കിട്ടി. ഓക്കെ. ഫ്രണ്ട്സ് കിട്ടിയപ്പോ അവരെല്ലാരും കറങ്ങാൻ പോയി. ഫ്രണ്ട്സ് ആനകൾ തന്നെയല്ലേ? കൊറേ വേറെ ആനിമൽസ് എല്ലാം ഉണ്ട്. പിന്നെ അവര് കറങ്ങാൻ പോയി. സ്റ്റോറി എന്റെ. അത് നല്ല കഥയായിരുന്നല്ലോ. നല്ല കഥയായിരുന്നു കേട്ടോ. നല്ല കഥ. ഗുഡ് അറ്റംപ്റ്റ് ആൻഡ് ഗുഡ് സ്റ്റോറി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് ഹൗ. അപ്പൊ അതെ, ഷോർട്ട് ആയാലും ലോങ് ആയാലും കുഴപ്പമില്ല. വി ക്യാൻ ഹിയർ. ആർ ഹിയർസ് ആർ ഓൾ ഓപ്പൺ ഫോർ യു ഗൈസ്. അപ്പൊ എല്ലാരും ഇതുപോലെ കഥ പറയാം. ഓക്കെ, ഇൻസ്പയർ ചെയ്യാം. ഇൻസ്പയർഡ് ബൈ റിയ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് റിയ? അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അമ്മൂമ്മ ഉണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. എല്ലാവരും. ചേച്ചി ചേട്ടൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 11th ഗ്രേഡില്. രണ്ടുപേരും 11th ഗ്രേഡാ? അല്ല, ചേട്ടൻ 7th ഗ്രേഡില്. ചേച്ചി 11th ഗ്രേഡില്. ഓക്കെ. അപ്പൊ എക്സാംസ് തുടങ്ങിയില്ലല്ലോ? എക്സാം രണ്ട് എക്സാം തുടങ്ങി. 2 എക്സാം തുടങ്ങി. അടുത്തത് എന്താ 10th-നല്ലേ? പഠിക്കാൻ തുടങ്ങിയോ? കുറച്ച്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? മാത്സ് ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മുമ്പ് ഒരു കോളർ ഉണ്ട്. അപ്പൊ ഞാൻ പറയായിരുന്നു, മാത്സ് ചെയ്തിട്ട് സോൾവ് ചെയ്തതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സാറ്റിസ്ഫാക്ഷൻ കിട്ടുവോ? കിട്ടും. കറക്റ്റ് ആൻസർ ആണെന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലേ? യെസ്, ദാറ്റ്സ് വെരി ട്രൂ. അപ്പൊ 10th അല്ലേ പറഞ്ഞത്? 10th-ലല്ലേ? അപ്പോ ഇനി 11th-ൽ ഏത് സ്ട്രീം എടുക്കാനാ താല്പര്യം? അല്ല, ഞാൻ 4th-ലാണോ? ഓ, ഞാൻ 10th-ലാണ് ഓർത്തത്. സോറി. സോറി. ഫോർത്ത് ഗ്രേഡ് ആണല്ലേ? ഞാൻ വിചാരിച്ചത് ഇപ്പൊ എവിടെ ലിയ പോകുന്നേ? 4ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ഓക്കെ, എന്നാലും വലുതാകുമ്പോ എന്താകാൻ ആഗ്രഹം? ഡോക്ടർ. ഏത് ഡോക്ടർ ആകാൻ? പീഡിയാട്രീഷ്യനോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പീഡിയാട്രീഷ്യൻ ആവണം. ഓക്കെ, ഞങ്ങൾ ആദ്യം ചോദിച്ചത് സിബ്ലിങ്സിന്റെ കൂടെ വഴക്ക് കൂടുവോന്ന്. അപ്പൊ ശരിക്കും റിയ സിബ്ലിങ്സിനോട് വഴക്ക് കൂടുവോ? ചേട്ടൻ്റെ കൂടെ ചേച്ചിയുടെ കൂടെ ഒക്കെ വഴക്കുണ്ടാക്കുവോ? നല്ലപോലെ വഴക്കുണ്ടാക്കുവോ? പക്ഷെ ഇച്ചിരി നേരം കഴിയുമ്പോ നമ്മളെ കൂട്ടാവൂലേ പിന്നെയും സിബ്ലിങ്സിന്റെ കൂടെ? കേട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഞങ്ങള് സിബ്ലിങ്സിന്റെ കൂടെ വഴക്കുണ്ടാക്കുമ്പോ നമ്മൾ കുറച്ചേരം കഴിയുമ്പോ അത് നമ്മള് വിൽ സോൾവ് ദ പ്രോബ്ലം അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ വഴക്ക് കൂടിയാൽ അങ്ങനെ തന്നെ ഇരിക്കോ? വഴക്ക് കൂടി തന്നെ ഇരിക്കോ? സോൾവ് ആക്കത്തില്ലേ? ഓക്കെ. അപ്പൊ റിയയുടെ അടുത്ത ആരെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? അതെ, അടുത്തുള്ള ആരെങ്കിലും? ഇല്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ പാട്ട് കേൾക്കണം എന്ന് ഓർത്തായിരുന്നേ. കുഴപ്പമില്ല, അടുത്ത ആഴ്ച വിളിച്ച് പാട്ട് പാടുവോ? അടുത്ത ആഴ്ച അവരെ പുറത്തു പോയിട്ടേ ഉള്ളു. ആണോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച റിയ വിളിച്ച് പാട്ട് പാടണം. ഓക്കെ. അല്ലെ, അമ്മയുണ്ടോ? അമ്മയോട് ഒരു പാട്ട് പാടാൻ പറ. അമ്മൂമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവര് എല്ലാരും പുറത്തു പോയവളെ. ആണോ? റിയ തന്നെയാണോ വീട്ടില്? ബ്രേവ് ഗേൾ ആണല്ലോ. വെൽക്കം. ഓക്കെ, അപ്പൊ ഞാനൊരു റിഡിൽ ചോദിക്കട്ടെ? ഗിഫ്റ്റ് വേണ്ടേ? ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാവേ? Okay. What can you break even if you never pick it up or touch it? What can you break even without you touching it or അങ്ങനെ എന്താണ്? തൊടാതെ പോലും അത് പൊട്ടും. ക്ലൂ കൊടുക്കും. ഓക്കെ, പ്രോമിസ്. കറക്റ്റ്, പ്രോമിസ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു റിഡിൽ അല്ലേ? ആണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് റിയ. ആൻസർ കിട്ടിയേ?
ആഹാ you. Okay. അപ്പൊ 800 ഈ നമ്പർ നോട്ട് ചെയ്തോണേ. 800-825-825 എന്ന നമ്പറിലേക്ക് വിളിച്ചാല് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ തന്നെ വിളിച്ചോ? ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോ, ഞങ്ങള് ടിങ്ടോങ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, എന്റെ പേര് റിയ ആണ്, ഞാൻ ടിക്ടോക്കില് വിളിച്ചായിരുന്നു, ഗിഫ്റ്റ് കിട്ടി. ഓക്കെ, ഇത് പറഞ്ഞാൽ അവര് തരും കേട്ടോ ഗിഫ്റ്റ്. അല്ല, അവിടെ വന്ന് എടുക്കണം, പക്ഷെ ഓക്കെ okay, thank you for calling. Bye. Okay, that was very sweet. So we had a bit so many callers today. എന്നാലും ഇനിയും callers വേണം. 3 പേര് വിളിച്ചില്ലേ? 3 പേര് വിളിച്ചു. ഇനി സമയമുണ്ട് guys. ഇനി എന്താ we had 15 more minutes. 15 മിനിറ്റ് കൂടെ ഉണ്ട്. മലയാളത്തിൽ പറയാൻ നോക്കിയതാ. അല്ല, I was calculating. Okay, ലോറ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് നടുക്കുന്ന പ്രോമിസ് ഒന്നും ആദ്യം തന്നെ വെക്കാൻ പാടില്ല, അവസാനം നടുക്കുകയാകുമ്പോ. ലോറ, it's now time for you to wait എടുക്കട്ടെ. ഓക്കെ, ലോറ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുന്നു. ലോറ കഴിഞ്ഞ ആഴ്ച ലോറ വലിയ കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു ഞാൻ ഡബ്സിനെ കണ്ടു. ലോറ ഇസ് ദ ബിഗസ്റ്റ് ഫാൻ ഓഫ് ഡബ്സി. ഇത് കേട്ടാൽ will be humiliated. കുഴപ്പമില്ല, ഡബ്സി അത് സഹിച്ചു. ഓക്കെ, അത് ലിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഡബ്സി പറയണ്ടേ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ ലോറ പറയാതു എന്റെ അറ്റയർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച നല്ല അറ്റയറിൽ വന്നിട്ട് ഞാനാണെങ്കിൽ പാട്ട് പാടി തരുന്നതായിരിക്കും. അപ്പൊ ലോറ ഇന്ന് നല്ല അടിപൊളി ലിയെ കൂട്ടില് ഞാൻ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പാട്ട് പഠിക്കുന്നില്ല, ലിയാണ് ഞാൻ കൂടെ സംഭവിക്കും. ഇടണം. 1 2 തുടങ്ങാൻ പോണേ. 1 2 ഒരു കുഴപ്പമില്ല, കണ്ണടച്ചങ്ങ് പാടുക. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. കാട്ടുകുറുക്കന്റെ കല്യാണം കളി മാറി 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 മാറി, കൂടെ അടിപൊളി വെയിലുണ്ട്, മഴയുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്, നടക്ക പോണത് വള്ളിക്കെട്ടി തടയണ മോനെ 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 മോനെ, കാണാൻ പോണത് കമ്പ് കെട്ടിച്ചതരണ കൂത്ത് 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 കൂത്ത്, എട്ടാം പണി ഊര കെട്ടാണിനി കെട്ടാണിനി തീര ചട്ട ചുറ്റാണിനി ചുറ്റാണിനി ഏതോ ഗുളികന്റെ അപഹാരം പോലെ. ഓക്കെ ഗൈസ്, ഇത്രയും പറ്റത്തുള്ളൂ. ആദ്യം പിന്നെ ഒരു പ്രോമിസ് ഉണ്ട്, ഞാൻ പറയാ ലിയ പാടുന്നു. ഓക്കെ, സമയമില്ല ഗൈസ്, അടുത്ത ആഴ്ച ഞാൻ പാടുന്നതായിരിക്കും. എന്റെ അടുത്ത പ്രോമിസ്, ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിത്തരാം, നല്ലൊരു പാട്ട്. ഓക്കെ, അടുത്ത ആഴ്ച ലിയ വന്നില്ലെങ്കിലോ ലെനിയ വരുന്നെങ്കിലോ കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിത്തരാം. ഓക്കെ, ഞാൻ എന്റെ പ്രോമിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാട്ട് പാടിത്തരാം. അപ്പൊ പക്ഷേ ലോറ വിറയ്ക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ, ലോറ നന്നായിട്ട് പാടി. ലോറയുടെ she got a chance to sing Dabji song and are you proud of it? ഇത്രയും ഇതുപോലെ പാടിയിട്ട് I am proud. It was good. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ലോറ ഇതുപോലെ ഇങ്ങനെ കുറെ ഇങ്ങനത്തെ റാപ്പ് സോങ് ഒക്കെ പാടാറുണ്ട് കേട്ടോ. റാപ്പ് അല്ല ബ്രോ, ബട്ട് സ്റ്റിൽ ഇതുപോലത്തെ അല്ല റാപ്പ് സോങ്സ് പാടാറുണ്ട്. See, she's good at it. കളിയാക്കില്ലേ പ്ലീസ്. അടുത്ത ആഴ്ച ലോറ ഇതുപോലത്തെ ഞാൻ പ്രോമിസ് ചെയ്യൂല കേട്ടോ, ഞാൻ പ്രോമിസ് ചെയ്യൂല. ലോറ ഇനി പ്രോമിസ്, ഇനി ആൾക്കാർക്ക് ഒരു പ്രോമിസും കൊടുക്കുന്നില്ല. ഓക്കെ, എനിവേസ് നന്നായിട്ട് പാടി and I liked it. ഇനി ലിയ ടോപ്പിക് ഉണ്ട്. ഞാൻ കുറെ നേരം ഡിബേറ്റ് മറ്റേ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ലിയ അല്ലല്ല, നമ്മൾ മറ്റേ ഇത് ചെയ്തല്ലോ, റോക്ക് പേപ്പർ സീസർ. ഒരു ലെറ്റർ അറിയാം, പറ, ഒരു ലെറ്റർ പറ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്ക, എന്തെങ്കിലും. അല്ല, സീ തന്നെ ചെയ്യാം. റോക്ക് പേപ്പർ സീസർ ഷൂട്ട്. അയ്യോ, പറ. ചാമ്പിഗോ. ഓക്കെ that's good. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പറ. ഓക്കെ, ചാമ്പിഗോ. കുറച്ച് ഉറക്കം പറ. ചാമ്പിക്കോ. എന്നോട് ഡയലോഗ് പറയാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മൾ അതുപോലെ അഭിനയിച്ച് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, ഡയലോഗ് പറഞ്ഞു. ഓക്കെ, അല്ല ഇഫ് യു വാണ്ട് ലിയ പറഞ്ഞു ചാമ്പിക്കോന്ന്. വേണ്ട, എന്നാ ഒരു പാട്ട് ഇടുന്നു ചേരാ. പ്ലീസ് എനിക്ക് പാട്ടറിയത്തില്ല, അതുകൊണ്ടാവും. കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഞാൻ പാടുന്നതായിരിക്കും. ഓക്കെ, ഉമ്മാ പറയുന്നത് 24 മണിക്കൂർ കിടന്ന് പാടുന്ന ഒരു പാട്ടാണ്, അത് പാടത്തില്ല. ഇപ്പൊ എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. ഞാനായിട്ടത് കൊളവാക്കി എന്നെ ആൾക്കാർ അടിക്കാൻ വന്നാലും ഞാൻ എന്നെ ചെയ്യും. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഓക്കെ, ലീ അടുത്ത കാര്യം പറ. ഡിബേറ്റ് ഇല്ല, ഞാനാണെങ്കിൽ കുറച്ച് ഡിസ്നി ഫൺ ഫാക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്നി, ഇറ്റ്സ് നോട്ട് ലൈക്ക് വെരി ലൈക്ക് ഡിസ്നി ഞാൻ എടുക്കണ്ടല്ലോ, ഞാൻ ഓഫ് ചെയ്തോട്ടെ. ഇപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ടോ? കുഴപ്പമില്ല.
ഓക്കെ യു നോ നമ്മളുടെ ലയൺ കിങ്ങിലെ എൻഡിങ് എന്താണ്? ലയൺ കിങ്ങിലെ എൻഡിങ് മറ്റേ എന്നാ സ്കാർ സ്കാർ താഴെ വീണു അല്ലേ? യാ ബട്ട് താഴെ വീണ് ഇറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിം റൈറ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദർ ഇസ് നോ സ്കാർ. ബട്ട് ശരിക്കും ഹയൂസ ആ സാധനങ്ങളൊന്നും ലയൺസിനെ തിന്നൂല അതല്ലേ? അല്ലല്ല അതല്ല. There was an actually different ending to Lion King. You know, സിംബ എന്നാ സ്കാറിനെ ഡിഫീറ്റ് ചെയ്തില്ലേ? അപ്പൊ ഫയറിലേക്ക് ഇടത്തില്ലേ? He goes into the fire, right? But okay, when the fire consumes Scar, right? Like when the fire ഇങ്ങനെ തീ കൊള്ളൂലോ, അപ്പൊ ഇങ്ങനെ he would actually die. But technically he would be laughing. Scar would be laughing. He would like a psychotic laugh. He would have a psychotic laugh. Okay, and then he will die. Okay. മരിക്കും. പക്ഷെ it was like ശരിക്കത്തെ മൂവിയിൽ സ്കാർ എന്താ താഴെ വീഴുമ്പോഴത്തേനും ഒരു മറ്റേ നമ്മുടെ ലിയോയിലെ സുബ്രഹ്മണ്യ ആ സാധനം അത് കൊറേ വന്നിട്ട് അതിന് ഇങ്ങനെ കറങ്ങിട്ട് എന്തോ തിന്നല്ലേ ചെയ്യാ? ഇങ്ങനെ പുറയിലേക്ക് വരും and then he falls off the cliff. He falls off the mountain. That's what. So ഈ ചിരിക്കുന്നതല്ലേ, it was supposed to be put in the movie, but it was supposed people said it's too dark for kids. Okay, because പിള്ളേരാണ് കാണുന്നത് അതുകൊണ്ടോ? Yeah, because of that reason they said no. Okay, next. You know Beast from yes, Beauty and the Beast. Yeah, he's not just a beast, okay? He is a combination of many animals. Like many animals. That's why he's a beast. അല്ലെങ്കിൽ ഒരു ബെയർന്നോ ലയൺന്നോ ടൈഗർന്നോ വിളിച്ചാൽ മതി. Okay, I understand. Okay, next is okay, you know Let It Go song? Yeah, which ഏതിനകത്തുനിന്നാ അത് വരുന്നത്? Frozen. എന്താ? Frozen. Okay, Frozen. Okay, Frozenലെ Let It Go. അപ്പൊ ഈ പാട്ട് വരുന്നതിന് മുന്നേ എൽസ was supposed to be the main villain. Actually, even I was surprised. Elsa was supposed to be the villain. Yeah, the villainy of Frozen, and Anna was supposed to be the heroine. But after the song Let It Go, it talks about how much painful she's been through life, and because of that, she's one of the heroes. I think isn't she the heroine ആണെങ്കിലും because സ്റ്റോറിയുടെ പേര് Frozen ആണ്. So the thing is, she's a hero and a villain in the movie. So. Okay, അടുത്തത്. Yeah. That's it. അത്രേ ഉള്ളൂ. ഇനി അടുത്ത കുറച്ച് ഇനി ഞാൻ അടുത്ത ആഴ്ച കുറച്ചും കൂടെ ഡിസ്നി ജോക്സ് അല്ലെങ്കിൽ ജോക്സ് ഫൺ ഫാക്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഡിബേറ്റ് കൂടെ വേണമെങ്കിൽ ചെയ്യാം. Okay. Clowns are scary. I'm against it. I mean, I'm for it. Yes, I'm for it too. I find it. No, I'm actually. Okay, I'm not debating. This is not debating. Okay, I'm against it. Okay, so you are saying clowns are funny and happy. And see, some clowns are actually funny. You know, I find every clown scary. Why? It's just the way they look. You're a clown. So you offended many clowns. Okay? See, നമ്മൾ ഇറ്റ് മൂവി കാണുന്നതിന് മുന്നേ it was very funny. Clowns are supposed to be funny. ഞാൻ ഇറ്റ് മൂവി കണ്ടിട്ടില്ല ഇതുവരെ, but still I'm scared of clowns. I haven't watched the it movie either. പക്ഷേ നമ്മൾ ആ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ it actually looks like a clown. And you know it's a horror movie, right? For a reason. The way it looks, it's just a bit too much. It's traumatizing, bro. Actually, I mean, I have to agree to that. But still, yeah. Next, okay. Who's your favorite superhero? Okay, superhero. Don't say Spider-Man. I took Spider-Man already. Batman. Spider-Man's better than Batman. What's that look, bro? Spider-Man's better than Batman. I'm for it. For it? Yeah. Oh, yours is Batman or Superman? Mine's Spider-Man. Oh, okay. Mine's Batman. So you say Batman's good, I say Spider-Man only. Okay, I like Spider-Man too. I can't say bad about Spider-Man. Oh, you say something. Yeah, Batman. കണ്ടിട്ടില്ല ഇതുവരെ സിനിമ. ഞാനും കണ്ടിട്ടില്ല, but I like Batman. Okay, Spider-Man. Oh, I like Superman more. Spider-Man, he can only swing through people. No,
Superman, he can fly. He can he can swing through people. What did you say? swing through buildings. Okay. Buildings. Oh, But sorry. he sacrificed his own love for people. That's true. Superman, he sacrificed everything for people. Evidence. Movie. Did you watch the movie? Yeah. Okay. Which movie? Superman. Movie's name is Superman. Okay. No, it's Man of Steel. Okay, see, Superman, he can fly, he can transport, like he can transport from one place to another, I think. Yeah, he can do many things, and he's immortal. Yeah. Okay. Spider-Man, he's mortal. He's a mortal human being. Okay, he can die. I'm so sorry, guys, but Even Superman can die. no, he's not a human. Okay. Do you know that? No, I did not. Exactly. I did not watch any other movies except for Avengers Endgame and Spider-Man. നിങ്ങൾക്കൊരു കാര്യം അറിയോ? See the Avengers Endgame movie. We went for Avengers Endgame without watching any of the other movies. Yeah. And we didn't know anyone. Not even Spider-Man I knew. അത് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പോയത് എന്താ? Like it was like we were very young. Not very young. We were young, okay? And our dad was like, let's go for a movie. And the only movie that was there was this movie. He wanted to watch some movie, okay? ഏതോ എന്തെങ്കിലും അത് കാണണമെന്ന് പപ്പയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് we went for Avengers okay? Endgame. We went for Avengers Endgame, and guess what? We didn't know anything. We didn't know any of the characters. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് എന്തോ നടക്കുന്നു. And then at the ending, people were crying. When I looked എല്ലാ സൈഡും നോക്കുമ്പോൾ people were crying. I didn't know why. പക്ഷേ നമ്മൾ ഇപ്പോൾ Now when I watched it, ഞാൻ ശരിക്കും എല്ലാ മൂവി കണ്ടിട്ട് when I watched Endgame, I cried. Of course. Yeah. We all cried. Okay. Yeah. Is So, it wind up something here? embarrassing. Not embarrassing. It's funny that happened to us. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു ഇല്ലേ? ഇല്ല. We have some more minute. But still, yeah. Do you want some jokes? Okay, I have 3 jokes. Okay, and just in case സ്റ്റോക്കിന് എങ്ങാനും we get നമ്മൾ ടോപ്പിക് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറയാൻ ഓർത്താ. കുഴപ്പമില്ല, 3 jokes. Okay? 3 നിർത്തിക്കോണം. 3 നിർത്തിക്കോളാം. What did one leaf, Ella, say to the other Ella? എലയോ? Ella. എല, ലീഫ്. Leaf. What did one leaf say to another leaf? Don't leave. No. Then? I said, I'm falling for you. അയ്യേ. So sorry. Okay, next. It's all leaf thingy, okay? I'm so sorry. Okay. Why don't skeletons fight each other? Because ആര് ഇങ്ങനെ പോകുമ്പോൾ താഴെ പോകുമോ? They don't have guts. What's guts? Something, it's a stomach. When you hit someone, you actually hit them on the guts, no? Or like, no, not like that. They don't have the guts to fight. I don't know. Oh my god. Okay. What's a ghost favorite pie? Scary pie. I don't know. Blueberry pie. What? Blueberry pie. What's that? Boo. Oh, Berry. blueberry pie. Berry? Berry. You know the berry you eat? Yeah. Pie. Pie. Okay. I like the first one more, guys, actually. Okay. Okay. ഇന്ന് അവസാനത്തെ ഭാഗമൊന്നും നിങ്ങൾ അവസാനത്തെ ഭാഗം കുറച്ച് ബോറായിരുന്നു. പക്ഷെ അതിന് മുന്നത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കോളേഴ്സിനെ വിളിച്ചൊക്കെ ഭാഗം I love it. And thank you so much for calling all of those who have called so much. വിളിക്കണം എന്ന് ഓർത്തവരും നിങ്ങൾ ഓർത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. Yeah. അപ്പോൾ signing off, Leah and Laura. Thank you so much. Bye bye.